കൃഷ്ണപ്രസാദ് ചേട്ടന്റെ ഒരു സിനിമയുടെ ഇത് വൈറലായത് കണ്ടിരുന്നോ? കൊറോണ വന്ന സമയത്ത് എല്ലാവരും വെറുതെ ഇരുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ട്രോളാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ ബാദുഷാഖാൻ. കോളേജിൽ ആദ്യം ഒരു പാവപ്പെട്ടവരായിട്ട് വന്നിട്ട് ഞാൻ അതിന്റെ വില്ലനായിട്ട് വരുന്നു. എന്റെ ഡയറക്ടർ പോലും എന്നെ വിളിച്ചു, പടം നമ്മുടെ ഒന്നും ഓടിയുമില്ല, ഒന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പൊ കിടന്നങ്ങ് ഓടുകയാണല്ലോ. ജൻസിക്ക് പ്രിയപ്പെട്ടവരാണ് ബാദുഷാഖാൻ. അവർക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബാദുഷാഖാനും ഇപ്പൊ ഈ പറഞ്ഞ വാഴയില പോലീസ്. 14 തീയതി നിങ്ങളുടെ സിനിമ ആലി റിലീസാണ്. എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പടം ഒരു ഓണസദ്യ കഴിക്കുന്ന നിരാശപ്പെടുത്തില്ല പ്രേക്ഷകരെ, ഒരിക്കലും നിരാശപ്പെടുത്തുന്ന പടമല്ല. റിവ്യൂ ഇടുന്ന മോന്മാർക്കും മോളുമാർക്കും ചിലത് വലിച്ച് കീറണം, നെഗറ്റീവ് ആക്കണം, അതിലൂടെ കുറേ പണം ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ റിവ്യൂ കാണാതെ സിമ്പിൾ മൈൻഡോടുകൂടി സിനിമ കാണൂ. ഉറപ്പായും നിങ്ങൾക്ക് അതൊരു സംതൃപ്തി നൽകും. രജിത്തേട്ട, ഇവിടത്തെ ബിഗ് ബോസിൽ രജിത്തേട്ടൻ ഒരു എൻട്രി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അയ്യോ, എൻ്റെ അപ്പനോ അപ്പാപ്പനോ ഒന്നുമല്ല എൻ്റെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും. ഒറ്റ കാര്യം ഉറപ്പിക്കാം, ആരെയും ചതിക്കില്ല, വഞ്ചിക്കില്ല, ദ്രോഹിക്കില്ല, പറ്റിക്കില്ല, ആരോടും കള്ളം പറഞ്ഞ് ഒരു ചതിക്കുഴി കൊണ്ട് പറ്റത്തുമില്ല, കേക്കേയില്ല. എനിക്കിതെല്ലാം കിട്ടുന്നുണ്ട്, ആവശ്യം പോലെ, ആവശ്യത്തിലധികം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചോയ്സ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. ആലി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ചിത്രത്തിലെ കാസ്റ്റ് ആൻഡ് ക്രൂസിനെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം. ഈ സൈഡിൽ ഇരിക്കുന്ന രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഞാൻ നടുക്കിരിക്കുന്ന ആദ്യത്തെ രണ്ടുപേരെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, പേര്, എവിടെയാണ് സ്ഥലം, എന്തൊക്കെയാണ് വിശേഷം? ഓക്കെ, എൻ്റെ പേര് ഗോകുല എന്നാണ്. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് കൊച്ചിയിൽ തന്നെയാണ്. നാട് ട്രിവാൻഡ്രമാണ്. ഞാനൊരു 10 വർഷമായിട്ട് റാംബോക്ക് മോഡലായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് ആയ ആളുകളുണ്ട്, പുതുമുഖങ്ങളായിട്ടുള്ള കുറച്ച് എന്നെ പോലെയുള്ള ആളുകളുമുണ്ട്. ഐ എം റിയലി ഹാപ്പി. കാരണം അവരുടെ ഈ പടത്തിൻ്റെ ഓഗസ്റ്റ് 14 തീയതി ആലി വന്നിട്ട് എല്ലാ തിയേറ്ററുകളിൽ റിലീസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല. ഐ റിയലി ഹാപ്പി. ഹായ്, സോ മൈ നെയിം ഇസ് സൗരവ്. ഞാൻ ആലിയിലെ ഒരു മെയിൻ ലീഡ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആൻഡ് ഇതെൻ്റെ 4ാമത്തെ റിലീസാവുന്ന മൂവിയാണ്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് ആലി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. സോ ബാക്കി നമുക്ക് ഡീറ്റെയിലി സാർമാരോട് സംസാരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. കൃഷ്ണപ്രസാദ് ഏട്ടാ, എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഒരു എൻട്രി എങ്ങനെയായിരുന്നു? അല്ല, ആലി എന്ന് പറഞ്ഞ പടം ആണ്. ഇപ്പൊ ആലി എന്ന് പറയുന്നത് നായികയുടെ പേരും കൂടാണ്. ആലിയിലെ നായികയുടെ അച്ഛൻ്റെ വേഷമാണ് ചെയ്യുന്നത്. അപ്പം ഓണക്കാലത്ത് ഇങ്ങനെ ഒരു പടം ശരിക്കും പറഞ്ഞ ഒരു ഓണസദ്യ പോലെ ഒരു നാടൻ വിഭവങ്ങളുമായിട്ടുള്ള ഒരു 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 സദ്യ കഴിക്കുന്നതിൻ്റെ സുഖമായിരിക്കും ഈ സിനിമയിലുണ്ടാകും. ഈ സിനിമ എന്താ പറയുക, ഇപ്പം ഓണത്തിന് ഒത്തിരി വലിയ പടങ്ങളുണ്ട്. അപ്പം അതിനോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ കുഴപ്പമില്ലാതെ വിജയിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ നല്ലൊരു കണ്ടന്റുള്ള ഒരു പടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുമെന്നാണ് വിശ്വാസം. അല്ല, കെ പി എടുത്ത അടുത്ത ചോദ്യത്തിനാണ് ഇതിലേക്കുള്ള എൻട്രി എങ്ങനെയാണെന്നുള്ള അദ്ദേഹം പറഞ്ഞില്ല. അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം എന്നെ വിളിച്ചത്, അതുകൊണ്ട് കാരണം അദ്ദേഹം ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. പിന്നെ എനിക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുതിയ ഒരു കാൽവെപ്പാണത്. ആദ്യമായിട്ട് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വരുന്ന ഒരു ഇതാണ്. അതിനകത്ത് ഞങ്ങൾ സഹോദരങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതില് താങ്ക്സ് ഉണ്ട്. എല്ലാം ഒരു ദൈവികമായ ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം ഞാൻ ആലി എന്ന് പറയുന്ന സിനിമ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ചെയ്ത പടങ്ങളിൽ ഞാൻ 4 പടത്തിൻ്റെ AD-യാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ സിനിമ തന്നെയാണ്, സിനിമയാണ് ജീവിതം. അപ്പോൾ ഇനി സിനിമയിലാണ് മുമ്പോട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസും ഒക്കെ തുടങ്ങി പുതുതലമുറയിലെ കുറേ പേരെ വളർത്തി ഉയർത്തുക. അങ്ങനെ എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്നത് ഇത് നമുക്ക് മാക്സിമം നന്നായിട്ട് ജനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അക്കൂട്ടത്തിലാണ് ആലി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ എൻ്റെ കാസ്റ്റിംഗ് ഹെഡ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ചീഫ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യനിൽ എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി. ആ സമയം എന്നോടൊപ്പം ചെയ്ത കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കിങ് മേക്കർ ആവാൻ വലിയ താല്പര്യമാണ്. നമ്മൾ താഴേക്കിടയിൽ നമ്മളോടൊപ്പം ഉള്ള പലരെയും വളർത്തി ഉയർത്തി കൊണ്ടുവരിക. അപ്പം നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്.
നമ്മൾ ചാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ അവർ വളർന്നു വരും. മെജോറിറ്റിയും നന്ദി പറയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻട്രൻസ് ട്യൂഷൻ പഠിച്ച ആയിരക്കണക്കിന് MBBS MD DM MCH പിള്ളേരുണ്ട്. പലരും ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചത്. അതിൽ വളരെ കുറച്ച് കുട്ടികളെ ഏതെങ്കിലും ഫംഗ്ഷനിൽ പറയും ജയ് സാറ് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാണ് എനിക്ക് എൻട്രൻസ് മെഡിസിൻ കിട്ടിയത്, കുറച്ച് പേരെ പറയും, ബാക്കിയുള്ളവർ പറയില്ല. നാണക്കേടോ അഭിമാന ബോധമാണ്. പക്ഷേ നമുക്ക് ആരെങ്കിലും എവിടെയെങ്കിലും പറയുമ്പം നമുക്കൊരു സംതൃപ്തി, കാരണം നമ്മുടെ ലൈഫ് കൊണ്ട് ഒരാളിന് സമൂഹത്തിനൊരു ഗുണം കിട്ടിയല്ലോ എന്ന് പറയുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. ആ ഒരു എത്തിക്സിൽ ഞാൻ വിശ്വസിക്കും. കാരണം ഞാനൊക്കെ വളരെ ബിഗ് സീറോയിൽ നിന്ന് വെറും 10ാം ക്ലാസ് പഠിക്കുമ്പോൾ രണ്ട് നിക്കർ മാത്രമുള്ള, അമ്മയ്ക്കൊന്നും വാങ്ങിച്ചു തരാൻ നിവൃത്തിയില്ലാത്തൊരു സാമ്പത്തിക ലോ സൊസൈറ്റി അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും ഇവിടം വരെ തനിയെ വഴിവെട്ടിയെന്നു എന്ന് സിനിമയിലെ ഡയലോഗ് സ്വന്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ്, ഇവിടം വരെ എത്തിയ ആളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൃഷ്ണ പ്രിയദർശൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം മറ്റേ ശ്രീലങ്കൻ സുന്ദരിയൻ അബുദാബി, ആ സിനിമയിൽ പുള്ളിക്കാരത്തി അതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ഇതിൻ്റെ ഡയറക്ടറിന് ഞാൻ 3 അവാർഡ് കൊടുത്തിരുന്നു. ഭയങ്കര മിടുക്കിയാണ്. കുറേ ഷോർട്ട് ഫിലിമുകൾ, മ്യൂസിക് ആൽബം ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു വുമൺ ഡയറക്ടറാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അന്ന് ഞാൻ ചോദിച്ചു, ഞാൻ എല്ലാവരോടും ചാൻസ് ചോദിക്കും, പ്രൊഡക്ഷൻ ബോയ്സിനോട് ചോദിക്കും ആരൊക്കെ എന്തെങ്കിലും ഒരു വേഷം കിട്ടത്തരോട് അങ്ങനെ ചോദിച്ചപ്പോൾ സാറേ എൻ്റെ അടുത്ത പടത്തരാം. അങ്ങനെയാണ് ശ്രീലങ്കൻ സുന്ദരിയിൽ അനൂപ് മേനോൻ ചേട്ടനോടൊപ്പം ഒരു ചെയ്ത്. പിന്നെ ഒരു പ്രത്യേകത, നമുക്ക് എത്തിക്സ് കൂടുതലായതുകൊണ്ട് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ, സിനിമയായാലും ഏതായാലും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ അത് തിയേറ്ററിൽ എത്തിക്കുന്നത് വരെ പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കൂടെ പ്രൊമോഷന് കൂടെ നടക്കും. ഞാൻ സ്വന്തമായി തന്നെ ഒരു PR അല്ലെങ്കിൽ PRO ആണ്. എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കയറ്റിവിട്ട് അങ്ങനെ മാക്സിമം വിജയിപ്പിക്കുക. അപ്പോൾ ആ തരത്തിൽ ഞാൻ ചെയ്തപ്പോൾ അന്ന് കൃഷ്ണ പറഞ്ഞു, ഇൻ്റർവ്യൂകളൊക്കെ പറഞ്ഞു, ജയ് സാർ മാത്രമാണ് ലാസ്റ്റ് മൊമെൻ്റ് വരെ എന്നോടൊപ്പം ഉണ്ടായത്, അടുത്ത പടത്തിൽ സാറിന് വലിയൊരു വേഷം കൊടുക്കുന്നു പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്ന ഒരു ഡയറക്ടറാണ്, റൈറ്ററാണ് കൃഷ്ണ പ്രിയദർശൻ. അങ്ങനെ ഈ ആലി തുടങ്ങിയപ്പോൾ സ്ക്രിപ്റ്റ് എന്നെ ഏൽപ്പിച്ചു. എഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. ആദ്യം വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ അനുയോജ്യരായ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതിൽ 2-3 പേര് മീൻസ് യൂത്തിൻ്റെ 1-2 മാത്രം, അത് തമിഴും മലയാളവും കൂടെ വേണമെന്നുള്ളതുകൊണ്ട് അത് ഫൈനൽ തീരുമാനിക്കാം. അതിനുശേഷമുള്ള 32 ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വായിച്ചു വരുമ്പോൾ അച്ഛൻ ആരാകണം എന്നുള്ള തലത്തിൽ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ചിലരുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ആ പേര് പറയുന്നില്ല, മുൻനിരയിലുള്ള വളരെ മുൻനിരയിലുള്ള KPയുടെയൊക്കെ ഫ്രണ്ടായിട്ടുള്ള ആൾക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ചിലരെ വിളിക്കുമ്പോഴത്തേക്ക് വേറെ കുറേ കണ്ടീഷൻസും കൂടെയൊക്കെ പറയും. അത് ഇതിനകത്തുള്ള സംഭവങ്ങളാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിൽ പണ്ട് കൊണ്ടുകിടന്ന്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ KPയുടെ ഭയങ്കര ഒരു ആരാധന, ഭയങ്കര ടച്ചിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ KP വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്, ഒരാഴ്ചത്തെ വർക്കുണ്ട്, അപ്പൻ ക്യാരക്ടറാണ്, നല്ല തകർപ്പൻ ക്യാരക്ടറാണ്, പക്ഷേ ഒരു കാര്യം അപ്പോഴേ സമ്മതിച്ചു, എമൗണ്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇത്രയുണ്ട് സാധനം, ഇത്രയും തരും, ശരി ഉള്ളത് മതി, ഉള്ളത് കൃത്യമായിട്ട് തരണമെന്ന്, അത്ര മാത്രമേ ഉള്ളൂ. ഒരു ബാർഗെയിനിങ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. കൃത്യമായിട്ട് വന്നു, പലവട്ടം വന്നു കേട്ടോ, പലവട്ടം വന്നു ഒറ്റ പ്രാവശ്യത്തിൽ നമ്മൾ കൊടുക്കൂ, പക്ഷെ പലവട്ടം വന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ KP അത് ഓക്കെ. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത ആ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് വെച്ചുകൊണ്ടുള്ള ആലി സിനിമ ഈ 14-ാം തീയതി ഓഗസ്റ്റ് 14-ന് റിലീസാവാൻ ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ പടത്തിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും പടത്തിൻ്റെ വിജയവും കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ കിരീടത്തിൽ ഒരു തൂവലൂടെ പൊങ്ങിയാൽ എനിക്ക് അടുത്ത പടങ്ങൾ കാസ്റ്റ് ചെയ്യാനായിട്ട് എന്തായാലും വരും. ഇപ്പം തന്നെ 2 പടങ്ങൾ വന്നിട്ടുണ്ട്, സജഷൻ. പിന്നെ ചില സ്ക്രിപ്റ്റ് കൊണ്ടുതരും, ചില സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഞാൻ എഴുതുമെന്നുള്ളത് കൊണ്ട് കൊണ്ടുതരും. വായിക്കുമ്പോൾ ഞാൻ ലിസ്റ്റ് എഴുതിയിട്ട് അതിനകത്തെ പ്രോബ്ലം, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് എഴുതി കൊടുക്കും. എന്തായാലും സത്യസന്ധമായിട്ടേ പ്രവർത്തിക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഈ പടം വളരെ ആകാംക്ഷയോടുകൂടി വിജയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരെണ്ണമാണ്. തീർച്ചയായിട്ടും KP ആണെങ്കിലും സൗരഭാണെങ്കിലും കോകിലയാണെങ്കിലും എല്ലാവരും തകർത്ത് ചെയ്തിട്ടാണ്. നമ്മളെ 32 ആർട്ടിസ്റ്റുകളും തകർത്ത സംഭവമാണ്. ചെറിയ പടമൊന്നുമല്ല, വലിയ പടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു 2 സംസ്ഥാനങ്ങളിൽ ഷൂട്ട് ചെയ്ത മലയാളം തമിഴ് മിക്സിംഗ് 2 രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത, ഇന്ത്യയും UAE സ്ഥലങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുവരെയ്ക്കും പല പടങ്ങളിലും ഇല്ലാത്ത രീതിയിലെ 8 സോങ്സുകൾ, ഒരു അറബിക് സോങ് ഉൾപ്പെടെ 8 സോങ്ങുകൾ. ഈ പാട്ട് എഴുതിയിരിക്കുന്നതും കൃഷ്ണ പ്രിയദർശൻ തന്നെ. അപ്പം അത്രയും മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റിയാണ് ആ മാഡം. അപ്പോൾ അവർ ആ പടം വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം ഓണത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം വരുന്ന വേറെ പക്ഷെ നമുക്ക് ഇതിൽ ടെൻഷൻ ഇല്ല. കാരണം ഇതിനകത്ത് സർവ്വവും ഉണ്ട്. ഒരു ഫാമിലിക്ക് ഓണത്തിന് കിട്ടേണ്ട എല്ലാ സംഗതികളും ഉണ്ട്. നമ്മൾ വിഭവമായ സദ്യയിൽ എരിവും പുളിയും കരച്ചിലും
സന്തോഷവും ഒക്കെ ഉള്ള പോലെ ഈ ആലിയിൽ എല്ലാ സംഗതികളും ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ മലയാളത്തിൽ ഒരുപാട് ഇതുപോലത്തെ കുടുംബ ചിത്രങ്ങളുണ്ട്. അപ്പം ആലിയുടെ ഒരു കഥ കേട്ടപ്പം എങ്ങനെയായിരുന്നു അതിലേക്ക് കൊള്ളാം എന്ന് തോന്നിയ ഒരു ഘടകം എന്തായിരുന്നു? അല്ല, ഇതൊരു ഞാൻ പറഞ്ഞല്ലേ, നമുക്കിപ്പോൾ പുതിയ ഒത്തിരി പടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മുടെ ഒരു 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 എന്താ പറയുക, ഒരു കൾച്ചറലിൻ്റെ ഒരു നല്ല ഒരു സംഭവമുണ്ട് അതിനകത്ത്. അപ്പോൾ അതാണ് അതിനകത്ത്. പിന്നെ ക്യാരക്ടറാണല്ലോ നമ്മൾ കൂടുതൽ നോക്കുക. സ്റ്റോറി മൊത്തം കേൾക്കണമെന്നില്ല നമ്മുടെ ഒരു ക്യാരക്ടർ ഇത്. പക്ഷേ പടം ടോട്ടലി ആ കഥ നന്നായി തോന്നി. ഒത്തിരി ട്വിസ്റ്റുകളുണ്ട് ആ പടത്തിൻ്റെ. അതാണ് അതിനകത്ത് ഇത് തന്നെ നായകൻ എന്ന് പറയുന്ന ഇദ്ദേഹം പോലും നായകന്മാരിൽ ഒരാളാണ്. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അതിപ്പോൾ അതാണ്. അപ്പം ഒരു നായിക എന്ന് പറയുന്ന ഒരു സംഭവത്തെ 3 നായകന്മാരുണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തെ ഒരു പല പല ട്വിസ്റ്റുകളിലൂടെ പോകുന്നു എന്ന് ആലോചിക്കാം. ഒരു നായികയും 3 നായകന്മാരുമായിട്ടുള്ള വടംവലികളാണ്. ഇതിൽ ആര് ഗോളടിക്കും, ആര് ഗോളടിക്കില്ല, അത് കണ്ടു തന്നെ അറിയേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, കോമഡി എന്നാൽ വളരെയധികം റൊമാൻസും എല്ലാം ചേർത്തിട്ടുള്ള ഒരു സംഗതി. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് മൂവിയാണ്, കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഇതിൽ കൂടുതലുള്ളത്. എങ്ങനെ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി അല്ല, ഇദ്ദേഹം 3-4 മൂവി ഉണ്ട്. സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇറ്റ് വാസ് വെരി ലവ്ലി. കാരണം നമുക്ക് ഓബ്വിയസ്ലി നമ്മളെക്കാട്ട് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളെ നിൽക്കുമ്പോൾ നമുക്ക് പഠിക്കാനും ഒരുപാടുണ്ടാവും, അവരുടെ അടുത്ത് ചോദിക്കാനും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു അസിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഓൾവേസ് ടേൺ ടു ദം. രജ് സാറാണെങ്കിലും കൃഷ്ണപ്രസാദ് സാറാണെങ്കിലും ചോദിക്കാനൊക്കെ എപ്പോഴും ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടായിരുന്നു നമുക്കവിടെ. പിന്നെ അവർ നല്ലോണം ചെയ്യണ കാണുമ്പോൾ നമുക്ക് നല്ലോണം ചെയ്യാൻ തോന്നുമല്ലോ. സോ ആ ഒരു എക്സ്ചേഞ്ച് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സീനിയേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും തീർച്ചയായിട്ടും. ഫസ്റ്റ് മാമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഒരു ശ്രീലങ്കൻ സുന്ദരി എന്ന് പറയുന്ന ആ ഒരു മൂവിയിൽ ലാസ്റ്റ് പോർഷനിൽ ഒരു ചെറിയ റോളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചത്. അപ്പോൾ അവർക്ക് കറക്റ്റ് ഒരു ബോഡി ഒരു ഫിറ്റായിട്ടുള്ളൊരു ഒരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി, എനിക്കതിൽ ഒരു ഡയലോഗ് പോലും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു ഡയലോഗും ഇല്ലല്ലോ, സന്തോഷം. പക്ഷേ എല്ലാവരെയും കണ്ടു. അപ്പോൾ ഞാൻ മാമിനോട് ഇങ്ങനെ ചോദിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ ഹ്യൂമറായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു, അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കുമ്പോൾ ഒരു ഡയലോഗുള്ള ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഗൂഗിൾ, അടുത്തൊരു മൂവി ഞാൻ ആലോചിക്കുന്നുണ്ട്, അപ്പം ഞാൻ വിളിക്കാം. അപ്പം അങ്ങനെ ഞാൻ ആദ്യം സെറ്റിൽ ചെന്നപ്പോൾ തന്നെ ഇവരെ 2 എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് ഉള്ളത്. ഞാൻ ഇവരെ ഇങ്ങനെ നോക്കുമായിരുന്നു, നമ്മൾ പഠിക്കണമല്ലോ, ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇവരുടെ ഐസ് പോലും ഒരു പറയുന്നത് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അവർ ഹ്യൂമർ ചെയ്യുന്ന ആയിക്കോട്ടെ, ഒരുപാട് ഹ്യൂമർ എലമെൻറ്റ്സ് ഉണ്ട്. അതിലാണ് ഞാനും എന്ന് വെച്ചാൽ ഞാനും കൂടെ ഇതിൻ്റെ ഭാഗമായപ്പോൾ അതിൽ കുറച്ച് എമോഷണൽ സീൻസുകളുണ്ട്, ഹ്യൂമർ സീൻസുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായപ്പോൾ ഇവരുടെ ആക്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. അതുമല്ലാണ്ട് നമ്മൾ പറയുന്നത് എക്സ്പീരിയൻസിന് ഒരു വലിയൊരു ഒരു 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 പ്രധാന ഇമ്പോർട്ടൻസ് ഉണ്ട് ഫിലിംസിൽ. കാരണം അവർക്കറിയാം എവിടെയാണ് ക്യാമറ ഇരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അതെല്ലാം ഇവർക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിനയിക്കാൻ അറിയാം, ക്യാമറ കണ്ടാൽ അഭിനയിക്കാൻ അറിയാം. പക്ഷെ ഇവർക്ക് ഏത് ആംഗിളിലാണ് ക്യാമറ വരുന്നത്, എപ്പോൾ സ്റ്റോപ്പ്, ഇവർ പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇത് നമുക്ക് കട്ട് ചെയ്യാം, ഇവിടെ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് എല്ലാവരെയും കിട്ടിയോ എന്ന് അറിഞ്ഞുകൂടാന്ന് ഇടയ്ക്ക് രജിസ്ട്രാറും സാറും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഇവരെന്താ, ഇവർക്ക് കുറേ കണ്ണുണ്ടോ, ഇവരെങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നത്, ഇത് എനിക്ക് പോലും മനസ്സിലാവും. നമ്മളിങ്ങനെ അഭിനയിക്കണം. അപ്പം ഇവരിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോഴാണ് മാം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മാമിന് അറിയാം, ബട്ട് സ്റ്റിൽ ഇവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ ചോയ്സാണ്, നമ്മളവിടെ ഒന്നും പറയാൻ പോകില്ല. അതും ഞാൻ ഇവരിൽ നിന്ന് പഠിച്ചു. ചിലത് ഡയറക്ടേഴ്സിൻ്റെ ഇഷ്ടമാണ്, അപ്പോൾ നമ്മളവിടെ ഒന്നും പറയണ്ട, നമ്മളുടെ പറഞ്ഞ കാര്യം ചെയ്യുക. അതിൽ ഒപ്പീനിയൻ ഇവർ പറയാൻ പോകുന്നില്ല, അവരെന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുന്നു. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ചില സമയത്ത് നമ്മൾ മിണ്ടരുത്, പറഞ്ഞത് മാത്രം അഭിനയിച്ചിട്ട് പോവുക. അതൊക്കെ എനിക്ക് ഇവരിൽ നിന്ന് പഠിക്കാൻ പറ്റി. നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ നമ്മുടെ ഒപ്പീനിയൻ, ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ, അങ്ങനെ ചെയ്യണോ എന്നൊന്നും ചോദിക്കുന്നില്ല. എന്താണോ ഡയറക്ടർ പറഞ്ഞ്, ഡയറക്ടറിന് എന്താ ഇഷ്ടം അത് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ മനസ്സിലാക്കി എന്താണ് ഡയറക്ടറിന് വേണ്ടത്, അത് കൊടുക്കുക എന്നുള്ളതും ഇവരുടെ എലമെൻറ്റ്സ് ഇടുന്നുണ്ട്. അത് നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവിടെ ഇവർ കുറച്ച് എക്സ്ട്രാ ആയിട്ടല്ലോ, ഇതായിരുന്നു സംഭവം. അതും ഓരോ മേക്കേഴ്സിന്റെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനും ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഇടാനുള്ള ഒരു സ്പേസ് തരുന്ന മേക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇവർ തരുന്നുണ്ട്. കാരണം ഇവർക്ക് ഇവരെ പിറകിൽ നിൽക്കുന്ന ആരാന്ന് പോലും അറിയാം. അപ്പം എനിക്കിവിടെ സ്പേസ് ഇല്ലെങ്കിൽ പോലും ഇവരൊരു ആ കുട്ടി അവിടെ നിൽക്കുകയാണ്, അവിടെ ഞാൻ ഒരു സ്പേസ് ഇട്ടൊക്കെ തരുന്നുണ്ട്. മാസ്ക്
മാസ്ക് ആവരുതെന്ന് പറഞ്ഞ് രണ്ടുപേരും ഓരോ ക്യാരക്ടറിനിടയിലും നമ്മൾ ഓരോ പൊസിഷൻസിലാണ് നിൽക്കുന്നത്. അതിൽ എനിക്ക് പറയാൻ പറ്റില്ല സീൻസ്. ചില സീൻസുകളിലൊക്കെ ഞാനൊക്കെ ബാക്കിൽ നിൽക്കുന്നതൊക്കെയാണ്. പക്ഷെ സ്റ്റിൽ അവർ എണീക്കുമ്പോൾ പോലും കൺസേൺ ആണ്, ഇന്നടത്ത് ഇന്ന ആൾ നിൽപ്പുണ്ടല്ലോ. അവരെ കാര്യവും ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളെല്ലാവരും ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ, ചെറിയ ചെറിയ ആളുകൾക്ക് പോലും ക്യാമറയിൽ സ്പേസ് കൊടുക്കാനും ഇവർ മറന്നിട്ടില്ല. പറഞ്ഞത് മുഴുവൻ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹോളിനകത്ത് ഉഗ്രം വീടാട്ടോ, കിഡിലും വീടാണ്. ആ വീടിന് തന്നെ പൈസ കൊടുക്കണം. തമിഴ്നാട്ടിൽ നാഗർകോവിലുള്ള അടിപൊളി വീട്. അപ്പോൾ ആ വിഷ്വൽസുകളിലൂടെ ഞാൻ സഞ്ചരിച്ച് പോകുമ്പം വളരെ കറക്റ്റാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അന്ന് അവിടെ കണ്ട കോഴിയാണോ ഈ എന്തൊക്കെയോ ഒരു മാറ്റം, എന്തൊക്കെ എവിടെയൊക്കെയോ നടന്ന് നേരെ നേരെ നടന്ന് കയറിയത്. ഇനി ഒരു കാര്യം അറിഞ്ഞൂടല്ലോ, ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ അറിയാമോ? അത് വെളിവിടാൻ പാടില്ല. അതെ, ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, അതൊരു സർപ്രൈസ് ക്യാരക്ടറാണ്. അത് സിനിമയിൽ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ, സിനിമയിലേ അറിയാൻ പാടുള്ളൂ. അറിയണമെങ്കിൽ സിനിമ കാണണം. ആ കോകിലയാണോ ഈ കോകില, ഇതും നായികയും തമ്മിൽ വ്യത്യാസമുണ്ടോ, അതോ ഇതാണോ നായിക അതോ മറ്റേതാണോ നായിക, അങ്ങനെ ഒരു സംഗതി. നായകനും നായികയൊക്കെ സസ്പെൻസ് അതില്. ഞാൻ ഇത്രയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു റീസൺ ഉണ്ടാവും, അത് മനസ്സിലായില്ലേ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീസൺ ഉണ്ടാവും. മൊത്തം കഥ വായിച്ച ആളാണ്. കാരണം ഞാൻ നേരത്തെ നമ്മുടെ ഡയറക്ടറിനോട് പറഞ്ഞു, ഇതിൽ ആർക്കും പൂർണ്ണമായിട്ട് കഥ അറിയത്തില്ല, ക്യാരക്ടറിന്റെ കഥ മാത്രമേ അറിയത്തുള്ളൂ. അല്ല, അതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞു. കാരണം എന്റെ ക്യാരക്ടറെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ മറ്റേ പൂർണ്ണമായ എല്ലാവർക്കും. പക്ഷെ ഇത് മൊത്തം അറിയാവുന്ന ഒരാളാണ് സാറ്. കാരണം അദ്ദേഹമാണ് കാസ്റ്റിംഗ് ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് ഇവരാരും വായിച്ചില്ല. കാരണം ഇത് വായിച്ച് നമ്മൾ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന തലത്തിൽ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ആരിലൂടെയൊക്കെ പോകാൻ പറ്റും. അതെ, അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ആ ആർട്ടിസ്റ്റുകളെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിൽ പിന്നെ വരുന്ന ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം, ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കയറി വരാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്ന പുതിയ തലമുറയിലെ കുറേ പേർക്കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ്. അപ്പം നമ്മുടെ പഴയതിലെ ആൾക്കാരും വേണം, പുതിയതിലെ ആൾക്കാരും വേണം. എല്ലാം പഴയത് മാത്രമായാൽ പുതിയവർക്ക് അവസരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോയപ്പോഴാണ് ഈ കഥ മുഴുവൻ കണ്ടു കേട്ടു. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം, ഈ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടർ തന്നെ ആയതുകൊണ്ട് ചില സാധനങ്ങൾ അന്ന് കണ്ടതല്ല പിന്നെ വരുന്നത്, ചിലത് ആഡ് ചെയ്യും, ചില സാധനങ്ങൾ ഡിലീറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാനും കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് ഒരുവിധമൊക്കെ അറിയാവും. അപ്പം എൻ്റെ ഡ്യൂട്ടി ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ആർട്ടിസ്റ്റുകളെ കൊടുത്തു. പക്ഷേ ഇവരെല്ലാം ചെയ്ത കാര്യങ്ങളും ഇവർ ഗൾഫിൽ പോയിട്ട് കുറേ സാധനങ്ങൾ സ്ക്രിപ്റ്റിലേക്ക് ആഡ് ചെയ്ത് കയറ്റി. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴുള്ള പോലെയല്ല, ഞാൻ ഫുള്ള് വായിച്ചായിരുന്നു എടുക്കണതിന് മുന്നേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കൈലാഷ് ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള സ്ക്രിപ്റ്റ് ബേസ് ചെയ്ത് പറയുമ്പോൾ കൈലാഷിന് കേരള തമിഴ്നാട് കൊണ്ട് തീരേണ്ടതാണ്. കൈലാഷിന് കേരള തമിഴ് കൊണ്ട് തീരേണ്ടതാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് കൈലാഷിന് അബുദാബിയിലും കൂടെ ക്യാരക്ടർ വന്നു എന്ന് പറയുമ്പം അവിടെ എന്തോ വേറെ സംഗതി കൈലാഷ് ചെയ്തിട്ടുണ്ട്. അതെ, അവിടെ കൈലാഷ് അവിടെ എന്തോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ് കൈലാഷ് പോയി ചെയ്തതെന്ന് നോക്കാനാണ് ഞാനും ഇരിക്കുന്നത്. നമ്മൾ അറിയാതെ അവിടെ പോയി തട്ടിയിരിക്കുന്നുണ്ടല്ലോ. അപ്പം അത് എന്തൊക്കെയാണ്, അപ്പം അങ്ങനെ കുറച്ച് കാര്യം അത് അവർക്ക് ഫ്രീഡം ഉണ്ട്. സ്ക്രിപ്റ്റ് റൈറ്ററിനും ഡയറക്ടറും ഒന്നായതുകൊണ്ട് ആ ഫ്രീഡത്തിൽ അവർ ചെയ്തതാണ്. നമ്മൾ കേരളത്തിലൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എന്തായാലും ഇതിന്റെ കഥകൾ മുഴുവൻ ഞങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകും. പക്ഷേ സിനിമ ഓഗസ്റ്റ് 14 ഇറങ്ങുകയാണ്. അപ്പം വലിയ പടങ്ങൾ അപ്പുറമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഈ പടം ഒരു ഓണസദ്യ കഴിക്കുന്ന ആസ്വാദന വിരുന്നായിട്ട് കരുതി എല്ലാവരും വന്ന് കണ്ട് ഇത് വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്തൊക്കെ ഇത് ഉണ്ടെന്ന്, അല്ലേ? ഈ നമ്മുടെ സ്റ്റാൻഡ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫാമിലിക്ക് എപ്പോഴും നമുക്ക് കേരളത്തിലൊരു വിലയുണ്ട്, അല്ലേ? പിന്നെയുള്ള യൂത്തിൻ്റെ സംഭവങ്ങൾ. അപ്പം ഈ സ്റ്റാൻഡിൽ ഒരുവിധം സംഗതികൾ മെസ്സേജ് സാധനം ഉണ്ട്. നമ്മൾ ഇത്രയും പറയുമ്പം അതിനകത്ത് എന്തായാലും കുറേ സംഗതികളുണ്ട്. നിരാശപ്പെടുത്തില്ല, പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന പടമല്ല. സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി തന്നെ ആസ്വദിച്ച് ഇറങ്ങി വരാൻ പറ്റും. അപ്പോൾ എനിക്ക് കൃഷ്ണപ്രസാദ് ഏട്ടാ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് ചേട്ടൻ്റെ ഒരു സിനിമയുടെ ഇത് വൈറലായത് കണ്ടിരുന്നോ?
ഇല്ല ചാവേർപ്പട ബാദുഷ. സിനിമയുടെ ബാദുഷ. അത് എങ്ങനെ ഉണ്ടായിരുന്നു പെട്ടെന്ന് കുറെ- ശരിക്കും അത് പറഞ്ഞാൽ ആ പടം ഇറങ്ങിയിട്ട് കുറച്ച് നാളായിരുന്നു. അതെ, കുറെ ആയി. ആ പടം അങ്ങനെ ഓടുകയോ അത് ശ്രദ്ധ നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കൊറോണ വന്ന സമയത്ത് എല്ലാവരും വെറുതെ ഇരുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എന്താ പറയുക, സോഷ്യൽ മീഡിയ ട്രോളാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ ബാദുഷ ഖാൻ. കാരണം രണ്ട് ഒരു ഫേസ് ഉണ്ടല്ലോ. അതെ, അതെ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതും പിന്നെ വരുന്ന ഒരു കോളേജിൽ ആദ്യം ഒരു പാവപ്പെട്ടവനായിട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ വില്ലനായിട്ട് വരുന്നു. അപ്പം അത് ചിലപ്പം ഇപ്പം എന്താണെന്നറിയോ, ഒരു എക്സ്ട്രീമായിട്ടുള്ള രണ്ട് സംഭവം കാണിക്കണമെങ്കിൽ ഉടനെ ഈ സംഭവമാണ് എല്ലാവരും ട്രോളിൽ ഇറങ്ങുന്നത്. അതെ, അത് അല്ല ഞാൻ പറഞ്ഞത്, ഈ വാഴ 2 വരുന്നതിന് തൊട്ട് മുമ്പ് ഇതിലാണ് യൂത്ത് തന്നെ കൂടുതൽ അറിഞ്ഞത്, ഈ ബാദുഷ ഖാൻ എന്നുള്ളതാണ്. ജെൻസിക്ക് പ്രിയപ്പെട്ടവരാണ് ബാദുഷ ഖാൻ. അതിനുശേഷമാണ് ഇപ്പോൾ വാഴ വന്ന് അങ്ങനെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു യൂത്ത് കൊച്ചുകുട്ടികൾക്കൊന്നും ചിലപ്പോൾ നമ്മുടെ പടങ്ങൾ ടി വിയിൽ വല്ലതും കണ്ടെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബാദുഷ ഖാനും ഇപ്പോൾ ഈ പറഞ്ഞ വാഴയിലെ പോലീസ്. അതെ, അതൊരു നല്ലൊരു എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു തോന്നുന്നു. കാരണം പെട്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, ശരിയാണല്ലോ ആ ഒരു. അതെ 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 അതെ. അല്ല അതിൻ്റെ ഡയറക്ടർ പോലും എന്നെ വിളിച്ചു, പടം നമ്മുടെ ഒന്നും ഓടിയുമില്ല ഒന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ ഇപ്പൊ കിടന്ന് ഓടുകയാണല്ലോ. അല്ല അതൊക്കെ ഒരു എന്താ പറയാ, എവിടെ ഒരു കാര്യങ്ങൾ വേണമല്ലോ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പം 10 കൊല്ലോ 15 അല്ല 30 കൊല്ലം മുമ്പ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഇനിയും വരാൻ പോകുന്ന ഒരു ഇതിൽ വേറെ ഏതെങ്കിലും രീതി നമുക്ക് ഗുണപ്പെടുന്നു. സംഭവിക്കട്ടെ. രജിത്തേട്ട, ഈ വട്ടത്തെ ബിഗ് ബോസിൽ രജിത്തേട്ടന് ഒരു എൻട്രി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അയ്യോ, എൻ്റെ അപ്പനോ അപ്പാപ്പനോ ഒന്നുമല്ല, പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും. വിളിച്ചിരുന്നോ? തീർച്ചയായും വിളിച്ചാൽ നമ്മൾ പോകും. അത് നമ്മുടെ ജോലിയാണ്. കാരണം ഞാൻ കുറച്ച് നന്ദി കൂടിയ ആളാണ്. അപ്പോൾ ഒന്നുമല്ലാത്ത എന്നെ സമൂഹത്തിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന എന്നെ ലോക മലയാളികൾക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഒരു ഷോയാണ് ബിഗ് ബോസ്. ഞാൻ അപ്ലൈ ചെയ്ത് പോയതല്ല, എന്നെ അവർ വിളിച്ച് ഞാൻ ഇൻ്റർവ്യൂകളിലൂടെ കടമ്പകളിലൂടെ 4 ഇൻ്റർവ്യൂകളും കടന്ന് അവിടെ എത്തിച്ചേർന്നതാണ്. 2020 ജനുവരി 3-ാം തീയതി ലാലേട്ടൻ്റെ അനുഗ്രഹത്തോടെ ബിഗ് ബോസ് ഹൗസിൽ കയറിയത് മാത്രമേ എനിക്കറിയാവൂ. പിന്നെ എനിക്കൊരു ബോധമില്ലായിരുന്നു എന്തൊക്കെ സംഭവിച്ചു, എവിടെയൊക്കെ സംഭവിച്ചു. ഗുണം മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ 5ാമത്തെ സീസണിൽ വീണ്ടും ചലഞ്ചറായിട്ട് വിളിച്ചു. ഞാൻ ദുഷ്ടനായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർ പിന്നെ ഒരിക്കലും എന്നെ തിരിച്ചു വിളിക്കില്ല. ഷോയ്ക്ക് നെഗറ്റീവായിട്ടുള്ള ആളാണെങ്കിലും ചാനലിന് നെഗറ്റീവായിട്ടുള്ള ആളാണെങ്കിലും ഒന്നും തിരിച്ച് വിളിക്കത്തില്ല. അപ്പോൾ അവർ 5ാമത്തെ ഷോയിൽ ചലഞ്ചറായിട്ട് വിളിക്കുക മാത്രമല്ല നല്ല പേയ്മെൻ്റാണ് എനിക്ക് ആ 5ാമത്തെ സീസണിൽ പോയപ്പം അവർ തന്നത്. നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും വകയില്ലാത്ത രീതിയിൽ അത്രയ്ക്ക് ലെവലിലുള്ള ഒരു പേയ്മെൻറ്റ് തന്നാണ് അത് കൊണ്ടുപോയത്. അപ്പോൾ അടുത്ത പരിപാടികൾക്കും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിലും സിനിമയാണെങ്കിലും ഏതായാലും അതൊരു ബിസിനസ്സും മാർക്കറ്റിങ്ങും ജനങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നതുമാണ്. അപ്പോൾ ആ ഷോയിൽ നമ്മൾ ആവശ്യമുണ്ടെന്ന് ആ ഒരു ടീമാണിത്, ഒരു പ്രൊഡക്ഷൻ ടീം. അവർക്ക് ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പം അവർ വിളിക്കുമായിരിക്കും. ദൈവം അനുഗ്രഹിച്ച് ജനങ്ങളുടെ സപ്പോർട്ടും പോകാനുള്ള അവസരവും. നമുക്കൊരു ട്വിസ്റ്റൊക്കെ വേണം ഈ ഫിലിമിലുള്ളത് പോലെ തന്നെ അവിടെ കുറച്ച് ട്വിസ്റ്റൊക്കെ ചെയ്യട്ടെ. എന്തായിരിക്കും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എൻ്റെ ജീവിതം ഇനി കലാമേഖലയിൽ തന്നെയാണ്. അധ്യാപക ജോലി അതൊക്കെ എന്നെ കളഞ്ഞു. 2020 ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ എനിക്ക് അടുത്ത 2 പടത്തിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞു. 6 വട്ടം അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു. അപ്പം 2 പടത്തിൽ തരാം, നന്നായി ചെയ്യും, കൂടുതൽ തരാം, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുവരെയ്ക്കും എനിക്ക് ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ വാട്സാപ്പിലുണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ ഒക്കെ വെയിറ്റ് വരട്ടെ, അറിയിക്കാം, വിളിക്കാം, ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഒരു നല്ല വർഷം എൻട്രി വരുന്നത് വരെ ഞാനും കാത്തിരിക്കണമല്ലോ. കാരണം ലാലേട്ടൻ്റെ കൂടെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലാണ്. ഞാനൊക്കെ അത്രയ്ക്കുള്ള ഭാഗ്യമൊന്നും എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല, കാത്തിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് വർക്കുകൾ കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് ചാൻസ് തരാൻ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഒരു പിടി ചോറും ഒരു പായും തന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാരക്ടറുമായിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു മൂലയിൽ പോയി കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്തു, ചെറിയ ബഡ്ജറ്റും മീഡിയം ബഡ്ജറ്റാണെങ്കിലും എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതം ഈ കാരണം മറ്റത് കഴിഞ്ഞ വർഷമാണ് ഞാൻ റിട്ടയർ ചെയ്യേണ്ടിയിരുന്നത്. UGCയിലേക്ക് ഞാൻ കയറിയാൽ അസോസിയേറ്റ് പ്രൊഫസറിൻ്റെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്ത് വന്നാൽ ഏകദേശം 2.5 ലക്ഷം രൂപ മാസം വരേണ്ടത് 5 വർഷത്തത് കളയുമ്പോൾ 1.25 കോടി രൂപ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാണ് ഞാൻ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എൻ്റെ പഴയ 54 സർട്ടിഫിക്കറ്റുകളും ഓർത്തുകൊണ്ട് നാടകം, മൈം, മോണാക്ട്, കലാകാരൻ എന്നുള്ളത്. ഞാൻ പഠിപ്പിക്കുമ്പോഴും ടീച്ചിങ് ഈസ് എൻ ആർട്ട് എന്നാണ്.
പൊട്ട പിള്ളേരെ മീഡിയം പിള്ളേരെയാണ് ഞാൻ പഠിപ്പിച്ചിട്ട് മിടുക്കരായി മാറുന്നത്. അത് എൻ്റെ കഴിവല്ല, ഒരു ബ്ലെസ്സിങ് ആണ്, ദൈവികമായൊരു ബ്ലെസ്സിങ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കലാമേഖലയിൽ തന്നെയാണ് എൻ്റെ ജീവിതം. ഒന്നുകിൽ അതിൽ വളരും ഉയരും, ഇല്ലെങ്കിൽ ചുമ്മാ കഞ്ഞിയും കുടിച്ച് ഇറങ്ങി തിരിഞ്ഞ് പ്രൊമോഷനൊക്കെ കൊടുത്ത് അങ്ങനെ നടക്കും. എന്തായാലും ഇതിൽ തന്നെയാണ് ലൈഫ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം ഉറപ്പിക്കാം, ആരെയും ചതിക്കില്ല, വഞ്ചിക്കില്ല, ദ്രോഹിക്കില്ല, പറ്റിക്കില്ല, ആരോടും കള്ളം പറഞ്ഞ് ഒരു ചതിക്കുഴി കൊണ്ട് പറ്റത്തുമില്ല, തേക്കേയില്ല. എനിക്കിതെല്ലാം കിട്ടുന്നുണ്ട്, ആവശ്യം പോലെ, ആവശ്യത്തിലധികം. ഞങ്ങളുടെ ഒരു ഓണം വിഷസ് എല്ലാവരെയും അറിയിക്കുക. 14-ാം തീയതി നിങ്ങളുടെ സിനിമ ആലി റിലീസാണ്. അപ്പം പ്രേക്ഷകർ ഒരു ഓണ വിരുന്നാണ്, ഒരു ഓണ സദ്യയാണ്. ആദ്യം എനിക്ക് തോന്നുന്നു വലിയ പടങ്ങൾക്ക് മുന്നേ നമ്മുടെ പടമാണ് ഇറങ്ങുന്നത്. അപ്പം എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. പടം റിലീസായ ഉടനെ തന്നെ പോയി കണ്ട് ആ പടം വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. അതോടൊപ്പം മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പിന്നെ ഒരു പോയിന്റ് ഇവിടെ ചേർക്കാനുള്ളത്, ദയവ് ചെയ്ത് റിവ്യൂ കാണാനായിട്ടോ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ വന്നിട്ട് കാണാം അങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കരുത്. സിനിമ ഒരു എന്റർടൈൻമെന്റ് മീഡിയമാണ്. റിവ്യൂ ഇടുന്ന മോന്മാർക്കും മോളുമാർക്കും ചിലത് വലിച്ച് കീറണം, നെഗറ്റീവ് ആക്കണം, അതിലൂടെ കുറേ പണം ഉണ്ടാക്കണം. ചിലർ സത്യസന്ധമായിട്ട് ഇടും. ഇതേത് സത്യസന്ധതയാണ് ഏത് കള്ളമാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ശീലം, ഞാൻ സിനിമ കണ്ട് തന്നെയാണ് വിലയിരുത്താറ്. റിവ്യൂ കണ്ട് ഞാൻ സിനിമ കാണാറേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ റിവ്യൂ കാണാതെ, റിവ്യൂകളൊന്നും നോക്കാതെ സിമ്പിൾ മൈൻഡോടുകൂടി സിനിമ കാണും. ഉറപ്പായും നിങ്ങൾക്ക് അത് ഒരു സംതൃപ്തി നൽകും, അതിന് യാതൊരു സംശയവും. എന്തായാലും അടിപൊളിയാകട്ടെ. താങ്ക് യു.